നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. നവോത്ഥാന കാലത്തിന് മുൻപേ സ്ത്രീ സ്വാതന്ത്ര്യം സംബന്ധിച്ചെഴുതിയ മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി പ്രമാണിച്ച് നാടിനെ ഉണർത്തിയ ആശാന്റെ നായികമാർ എന്ന പേരിൽ അരൂർ വിജയാംബിക ഗ്രന്ഥശാലയിൽ സെമിനാർ സംഘടിപ്പിച്ചു. 2025 ജനുവരി 2 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചർച്ച മുൻ ആവില കോളേജ് പ്രിൻസിപ്പാൾ ടി പി ആന്റണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ പക്ഷപാതത്തിൽ നിന്നുകൊണ്ട് സ്ത്രീത്വത്തിന്റെ മൂർത്തികളെ അവതരിപ്പിക്കുവാൻ ആശാൻ കാണിച്ച ആത്മാർത്ഥതയും സത്യസന്ധതയും അഭിനന്ദനീയമാണ്. ആശാൻ ആശയഗംഭീരൻ. എന്തുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് പണ്ഡിത പാമര ഭേദമന്യേ എല്ലാവരും ചേർന്ന് ആശാനെ കുറിച്ച് ഈ ആശയ ഗംഭീരനാണ് എന്ന് പറയാൻ കാരണം എന്താണ്? മലയാള സാഹിത്യത്തിലെ ഏറ്റവും ദാർശനികനായ കവിയാണ് കുമാരനാശാൻ. അധ്യാപകനായ സെബാസ്റ്റ്യൻ മൈക്കിൾ വിഷയം അവതരിപ്പിച്ചു. സീത, മാതങ്കി, ലീല, നളിനി, വാസവദത്ത, സാവിത്രി തുടങ്ങി കേരളത്തിന്റെ നവോത്ഥാന നഭസിലേക്ക് ആശാൻ സംഭാവന ചെയ്ത നായികമാരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായിരുന്നു അധ്യാപകനായ സെബാസ്റ്റ്യൻ മൈക്കിളിന്റെ വിഷയാവതരണം. ആശാന്റെ ജീവിതത്തിന്റെ ഇപ്പൊ നമ്മുടെ നാടിനെ ഉണർത്തിയ ആശാന്റെ നായികമാരെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആശാന്റെ ജീവിതത്തിലെ സ്ത്രീകളെന്ന് പറയുമ്പോ ആശാൻ ഈ സ്ത്രീ മനസ്സിലേക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞ തന്നെ സ്ത്രീ മനസ്സിലേക്ക് കൊടുക്കുകയാണ്. കഥാപാത്രങ്ങളുടെ മനസ്സ് ആശാന്റേതായിരിക്കണം. അതിലേക്ക് ഞാൻ വരാം. ആശാന്റെ അമ്മ, രണ്ടാമത്തത് ആശാന്റെ ഭാര്യ. വേറെ ഒരു സ്ത്രീയെ കുറിച്ചും ആശാനൊന്നും അറിയില്ല, അതാണ് വാസ്തവം. പിന്നെ ഈ സ്ത്രീ ഹൃദയജ്ഞാനം ഇതിനൊക്കെ അപ്പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദാത്തമായിട്ടുള്ള സ്ത്രീ ഹൃദയജ്ഞാനം, ആ ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പം, അതൊക്കെ ആശാന്റെ വായനയിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അനുഭവവേദ്യമായി തീർന്ന കുറെ സ്ത്രീ ആശയ സമ്പുഷ്ടങ്ങളായിട്ടുള്ള കുറെ സ്ത്രീകൾ, ഇവരൊക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സ്ത്രീ മനസ്സിന്റെ സങ്കല്പത്തെയാണ് ആശാൻ തന്റെ കൃതികളിലൂടെ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പകരാനായിട്ട് ശ്രമിച്ചത്. അപ്പോ അങ്ങനെ സൃഷ്ടിച്ച കുറെ നായകന്മാർ. എന്നാൽ ഈ നായകന്മാരെയും കഥാപാത്രങ്ങളെയൊക്കെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ കവച്ചു വയ്ക്കുന്ന നായകന്മാർ, ഈ നായികമാരുടെ മനസ്സ് എന്ന് പറയുന്നത് ആശാന്റെ മനസ്സാണ്. ആശാൻ പുരുഷനാണെങ്കിലും ആശാന്റെ മനസ്സ് ഭയങ്കര സ്ത്രൈണമായിട്ടുള്ള ആഴത്തിലുള്ള സ്ത്രൈണ മനസ്സിന്റെ ഉടമ കൂടെയാണ് ആശാൻ എന്ന് അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മളോട് പറയുന്നില്ലേ. കാരണം ഈ ഗുരുവിന്റെ കൂടെ പറഞ്ഞില്ലേ കൈ പിടിച്ചു ഒന്ന് പോയി പറഞ്ഞു. ഈ പോയ മനുഷ്യൻ പിന്നെ ആകെ ഒരു തവണ മാത്രമാണ് തന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ ഈ കാലഘട്ടത്തിന്റെ. അപ്പൊ അങ്ങനെ ഒരു തവണ ഇങ്ങനെ വല്ലപ്പോഴും കൂടി ഒരേ ഒരു തവണ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ അമ്മ ഈ മകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ കുമാരോ, നീ പഠിച്ച ഏത് ഗ്രന്ഥത്തിലാണോ അമ്മയെ ഒന്ന് കാണരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനമുരുകി ചോദിക്കുന്ന ഒരു അമ്മയുടെ ഒരു ചോദ്യമുണ്ടോ? ഏത് ഗ്രന്ഥത്തിലാണ് സ്വന്തം അമ്മയെ ഒന്ന് വന്ന് കാണരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോ നമ്മൾ നോക്കുമ്പോൾ ലൗകികമായിട്ടുള്ള ആ കൃത്യങ്ങൾ കടമകൾ ചെയ്യുന്നതിൽ വലിയ വിമുഖനായി പോയ ഒരാളായിട്ട് കുമാരനാശാന്റെ ചരിത്രം വിലയിരുത്തുന്നു. അധ്യാപകരായ സുഷമ ടീച്ചർ, കെ പി ഷീജ ടീച്ചർ, ബീന ടീച്ചർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു സംസാരിച്ചു. എന്താണ് കുമാരനാശൻ എന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. സൂചിപ്പിച്ചു, നവോത്ഥാനത്തിന്റെ നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹിക നവോത്ഥാനത്തിന് മുൻപ് തന്നെയാണ് ആശാൻ എഴുതിയതെങ്കിലും നമ്മളുടെ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഒരു രംഗം രൂപപ്പെട്ടു വരുന്ന ഇടത്തു നിന്ന് തന്നെയാണ് കുമാരനാശാനും എഴുതുന്നത്. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് കെ വി അജയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി പി വി ലാലു സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിത വിജയം ലക്ഷ്യമാക്കി ചമ്മനാടി ECEK യൂണിയൻ ഹൈസ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒരുക്കിയ ഹ്രസ്വ ചലച്ചിത്രവും വേദിയിൽ അവതരിപ്പിച്ചു.
LS അശോക് കുമാർ, അരൂർ വിഷൻ ന്യൂസ് ചാനൽ. നന്ദി.